After the Pada Puja, Amma gave an illuminating Guru Purnima message to contemplate. Guru ശിഷ്യനെ ഉണർത്താൻ ശ്രമിക്കും, ശിഷ്യനാണ് ഉറങ്ങാനും ശ്രമിക്കും. അപ്പോൾ അതെന്ത് വൈരുദ്ധ്യമാണ്. കാരണം ശിഷ്യനെപ്പോഴും ഉറങ്ങണം, ഗുരുവാണ് ഉണർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ സാധാരണ പറയും, ഒരു വിളക്കുള്ള വീട്ടിലാണെങ്കിൽ അവിടെ കള്ളം അത്രയൊന്നും കയറാറില്ല. ഇപ്പോൾ പറയാൻ പേടിയുണ്ട് അമ്മയ്ക്ക്, അങ്ങനല്ല. വിളക്കുള്ള വീട് പെട്ടെന്ന് കള്ളം കയറിയില്ല. പല കാവൽക്കാരനുണ്ടെങ്കിലും അവിടെ കള്ളന്മാർ കയറിയില്ല. പക്ഷെ കാവൽക്കാരൻ ഉറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കള്ളം കയറാൻ വഴിയുണ്ട്. കള്ളം കയറാൻ തന്നെ ഇരിക്കുന്ന കള്ളം കയറി തന്നെ ചെയ്യും. അപ്പം ഈ കാവൽക്കാരാണ് മനസ്സ് ജ്വലിച്ച് കത്തിയിരുന്നാൽ നമ്മൾ ഈ മനസ്സിൻ്റെ ഇന്ദ്രിയം കടുവപ്പെട്ടു പോവില്ല. അപ്പം ഈ വിളക്കാണ്, ഈ ദീപമാണ് ഗുരു എന്ന് പറയുന്നത്. ഗുരു പ്രകാശമാണെന്ന് പറയും. നമ്മൾ സാധാരണ അഗ്നിയുടെ ദേവത, അല്ല വാക്കിൻ്റെ ദേവത, അല്ല സത്യം നമ്മൾ പറയുന്നത്, ഈ അഗ്നി എന്ന് പറയുന്നതിന് ചൂടും പ്രകാശമാണ് ലോകത്തിന് കൊടുക്കുന്നത്. എന്തെങ്കിലും നമ്മൾ സംസാരിച്ചാൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരറിവുണ്ടാകണം, അല്ലെ നല്ല കാര്യങ്ങൾ ഓർക്കുക, പിന്നിൽ ഓർക്കാനുള്ള ഉണ്ടാകണം. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോഴും അഗ്നി അല്ലെ പ്രകാശമാണ് ഗുരു. ഇത് നമ്മളെ സ്വീകരിക്കുന്നതോടെ നമ്മൾ എങ്ങനെ ആയിത്തീരണം. പക്ഷെ നമ്മളിന്ന് കിട്ടും. എങ്ങനെയാണ് കിട്ടുന്നത്? അഗ്നി എന്ന് പറഞ്ഞാൽ ചൂടും പ്രകാശമാണ്. പക്ഷെ നമ്മളിന്ന് കിട്ടുന്നത് ചൂടും പുകയും ആയിരിക്കും ലോകത്തിന് കിട്ടുക. അപ്പോൾ ഇന്നത്തെ രീതി അതാണോ? നമ്മൾ എങ്ങനെയായിരിക്കണം? ഗുരു ഏത് രീതിയിലായിരിക്കണം? ശിഷ്യർ ഏത് രീതിയിലായിരിക്കണം എന്നുള്ള. ഗുരു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വാക്കാ പ്രസംഗിച്ച് നടക്കേണ്ട രീതിയല്ല, ജീവിതമാണ്. പ്രസംഗിക്കുന്ന എല്ലാവരും പ്രസംഗിക്കാറുണ്ട്. ഇത് പ്രസംഗം തന്നെ നമുക്കറിയാം എങ്ങനെയാണ്. ഒരിക്കലും ഒരു കുട്ടി എന്ന് പറയാണ്, ഞങ്ങളുടെ പ്രൊഫസർ എന്ത് നല്ലതുപോലെ പ്രസംഗിക്കുമെന്നറിയാമോ? എന്താ, ഏതൊരു ചെറിയ വിഷയം കൊടുത്താലും 5 മണിക്കൂറോളം പ്രസംഗിച്ചുകൊണ്ടിരിക്കും. ഓ അങ്ങനാണോ? അങ്ങനെയാണ്. ഇദ്ദേഹം പറഞ്ഞു, ശരിയാ, ഞങ്ങൾക്കൊരു അയലത്തുകാരനുണ്ട്, പക്ഷെ ഒരു വിഷയം കൊടുക്കേണ്ട മണിക്കൂറോളം പ്രസംഗിച്ചുകൊണ്ട് ദിവസങ്ങളോളം. അപ്പോൾ ഇതൊക്കെയാണോ നമ്മുടെ വാക്കുകളും നമ്മുടെ ജീവിതവും? നമ്മുടെ പ്രവൃത്തിയാണ്. നമ്മൾ പ്രവൃത്തിയിലേക്ക് വരണം. അപ്പോൾ ഒരു ഗുരു എങ്ങനെ ആകണം? സാധാരണ ജീവിതം എന്ന് പറയുമ്പോൾ, ഒരിക്കൽ കുട്ടി സ്കൂളിൽ പോയി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നത്, ആരോടും ദുഃഖിക്കുന്നവരോടും ആരുമില്ലാത്തവരോടും അംഗവൈകല്യമുള്ളവരോടും നമ്മൾ കാരുണ്യം കാണിക്കണമെന്നാണ് കുട്ടി ആദ്യം പഠിപ്പിച്ചത്. കുട്ടി വീട്ടിൽ വന്നു. വീട്ടിലൊരു കാലില്ലാത്ത ആൾ വന്നു, ജോലി ചെയ്യാൻ കഴിയില്ല, ചുണ്ടി അടുത്ത് വന്നു, കൈകാലില്ലാത്ത. അപ്പോൾ എന്തെങ്കിലും കരുണേന്ന് ഗേറ്റിനെ വാദിക്ക് വന്നപ്പോഴേ തന്തടി പള്ളു പറഞ്ഞ് ഓടിക്കാൻ തുടങ്ങി. ഇപ്പോൾ കൊച്ചു കണ്ട് വല്ലാണ്ട് വിഷമിച്ചിരുന്നു. പിന്നെ ഈ കുട്ടി സ്കൂളിൽ പോയി. വീട്ടിൽ പഠിപ്പിച്ചത് ആരോടും സത്യമേ പറയാവുള്ളൂ, നുണയൊന്നും പറയരുത്. ഇപ്പോൾ വീട്ടിൽ വന്നു. പിറ്റേ ദിവസം ഫോൺ വന്നു വീട്ടിൽ. അപ്പം അച്ഛൻ വിളിച്ചു പറഞ്ഞു, മോനെ ഈ ഫോൺ വരുമ്പോൾ അച്ഛൻ ഇവിടെ ഉണ്ടെന്ന് പറയില്ല, എവിടെയെങ്കിലും പോയെന്ന് പറയണേ. ഈ കുട്ടി ഫോൺ വന്നു, അതിന് ഉത്തരം പറഞ്ഞു. പിന്നെ ഇങ്ങനെ കുട്ടി വിഷമിച്ചുകൊണ്ടിരുന്നു. പിന്നെ പഠിപ്പിച്ചത് പരസ്പരം ക്ഷമയും ഉണ്ടെങ്കിലേ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പരസ്പരം ക്ഷമയും ഐക്യതയും ഉണ്ടാകണം, എങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇതിനോടുള്ള ക്ഷമ. ഇപ്പോൾ വീട്ടിൽ വന്നപ്പോൾ അച്ഛനും അമ്മയും എപ്പോഴും വഴക്കാണ്. രണ്ടും മുറിയിലായി. ഇപ്പോൾ കുട്ടി പിറ്റേ ദിവസം സ്കൂളിൽ പോയിട്ട് എന്ത് പറഞ്ഞിട്ട് സ്കൂളിൽ പോകുന്നില്ല കുട്ടി. ഇപ്പം എന്തായി കുട്ടി സ്കൂളിൽ പോകാത്തത്? ഞാൻ പഠിച്ച പാഠം ഒന്നും കാണുന്നില്ല, പിന്നെ എന്തിനാ ഞാൻ പഠിക്കാൻ പോകുന്നുള്ള പഠിത്തം എനിക്ക് ആവശ്യമില്ല. കാരണം ഈ അച്ഛൻ സ്കൂളിലെ ടീച്ചറാണ്, അച്ഛനാണ് പഠിപ്പിച്ചിരിക്കുന്നത്.